എന്താ പെട്ടെന്ന് ജോലി നിർത്തിയത് രമേശേട്ടാ? എന്താ കാര്യമായി ചിന്തിക്കുന്നത്? മരപ്പണിയൊക്കെ എത്രത്തോളം മാറിപ്പോയി. പുതിയ മെറ്റീരിയൽസ്, പുതിയ ഡിസൈൻസ്, പുതിയ പ്രോഡക്ട്സ് എല്ലാം മനസ്സിലാക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാ അറിവും ഒരിടത്തുനിന്ന് കിട്ടാനുള്ള ഒരു വഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത് ശരിയായ സമയത്താ. അല്ല, അതിന് നിങ്ങളാരാ? ഞാനാണ് ട്രൂജി. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാ. ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ട്രൂ ഗ്രിപ്പ് കീ പാഠശാല. എല്ലാ അറിവുകളും ഇനി ഒരൊറ്റയിടത്ത്. ട്രൂ ഗ്രിപ്പോ? അതെ, ഏഷ്യൻ പെയിന്റ്സ് ട്രൂ ഗ്രിപ്പ്. ഏഷ്യൻ പെയിന്റ്സോ? പക്ഷേ ഏഷ്യൻ പെയിന്റ്സ് പെയിന്റുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അറിയപ്പെടുന്നത്? തീർച്ചയായും അതേ വിശ്വാസം ഇപ്പോൾ കാർപെൻട്രിയിലും. ട്രൂ ഗ്രിപ്പ് വുഡ് അഡ്ഹസീവിന്റെ രൂപത്തിൽ. അല്ല, ഈ ട്രൂ ഗ്രിപ്പ് പാഠശാല എന്താന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചുമ്മാ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് മാത്രമല്ല കാര്യം. കസ്റ്റമേഴ്സിന് മികച്ച ഡിസൈൻസും മനോഹരമായ ഫിനിഷിംഗും വേണം. എന്നാലോ മെറ്റീരിയൽസ് മാറിയിരിക്കുന്നു, ഡിസൈനുകൾ മാറിയിരിക്കുന്നു, അതുപോലെ ചുറ്റുപാടുകളും. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് അനുഭവജ്ഞാനം മാത്രം മതിയാവില്ല, അഡ്ഹസീവ്സിനെ കുറിച്ചുള്ള ശരിയായ ധാരണയും വേണം. അതിനുവേണ്ടിയാണ് ട്രൂ ഗ്രിപ്പിന്റെ പാഠശാല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോ സീരീസ് മുഖേന നിങ്ങളുടെ ക്രാഫ്റ്റ് മെച്ചപ്പെടുത്താൻ ഞങ്ങൾ സഹായിക്കാം. അഡ്ഹസീവ്സിനെ കുറിച്ചുള്ള പ്രായോഗികമായ അറിവുകളടക്കം പങ്കുവെക്കുന്നതിലൂടെ ഓരോ സാഹചര്യത്തിലും ഉപയോഗിക്കേണ്ട അഡ്ഹസീവ്സ് ഏതാണ്, അത് പ്രയോഗിക്കേണ്ട ശരിയായ രീതി എങ്ങനെ, അങ്ങനെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എങ്ങനെ പ്രൊഫഷണലാക്കി മാറ്റാം എന്നതൊക്കെ മനസ്സിലായി. അപ്പൊ ഇത് ഗ്ലൂവിന്റെ മാത്രം കാര്യമല്ല, ശരിയായ സമീപനത്തിന്റെയും കാര്യമാണ്. നിങ്ങളുടെ സമീപനം ശരിയാണെങ്കിൽ ബോണ്ടിംഗ് കൂടുതൽ സ്ട്രോങ് ആവുന്നു, ഫിനിഷ് ക്ലീൻ ആവുന്നു, നിങ്ങൾ ചെയ്ത ജോലി അതിഗംഭീരമാകുന്നു. മനസ്സിലായി. അതുകൊണ്ട് ട്രൂ ഗ്രിപ്പിന്റെ പാഠശാല തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ട്രൂ ഗ്രിപ്പ് അഡ്ഹസീവ് ഉപയോഗിച്ച് നോക്കുക. ഏഷ്യൻ പെയിന്റ്സ് ട്രൂ ഗ്രിപ്പ് നൽകുന്ന വിശ്വാസം ഓരോ ബോണ്ടിംഗിലും. #ട്രൂ ഗ്രിപ്പ് സ്ട്രോങ് പ്രോമിസ്.